അല്ല ഇന്നിപ്പോ കളി തുടങ്ങണതിന് മുമ്പ് നിങ്ങൾ മരം നടാൻ പോവാ? അങ്ങനെയാണല്ലോ നിങ്ങളെ ടീമിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു. മരം നടാൻ വേണ്ടിട്ട് പ്രകൃതി സംരക്ഷണത്തിനുള്ള ടീം. അല്ല അത് വേറെ കാര്യം. IPL കപ്പൊന്നും അല്ല ആവശ്യം. എന്താ ചൂട് പുറത്ത് അതിന് വേണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ മുട്ടി ഡോട്ട് ബോൾ ഉണ്ടാക്കി കളിയൊക്കെ. ഇത് അതല്ല, ഇത് ഞങ്ങളെ ചെപ്പോക്കിന്റെ പ്രതീകമാണ്. എന്ത്? ഞങ്ങളെ സ്പിന്നർ 100 ഇങ്ങനെ പമ്പരം കറക്കിയതാ. കറങ്ങി നിങ്ങളെ കാര്യം ഇതേ കാര്യങ്ങളെ അവസ്ഥ. കറങ്ങിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് പ്രതീക്ഷിക്കാണ്ട് അതൊന്നും പൊട്ടാത്ത കോട്ടകളല്ല ഞങ്ങളെ ടീമിന്. പഞ്ചാബ് ടീമിന് തുടങ്ങിയിട്ട് കപ്പുണ്ടാകാത്തൊരു ടീം. നിങ്ങളാണ് ഞങ്ങളെ മഞ്ഞക്കുപ്പായക്കാരെ വെല്ലുവിളിച്ചാൻ വരുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാലുണ്ട് ടീം. നിങ്ങൾക്ക് ഒന്ന് ഇങ്ങനെ വെക്കാൻ ആൾക്കാരുണ്ട്. അല്ല പെർഫെക്റ്റ് കണ്ട് കഴിഞ്ഞ കളിയില് മുട്ടടിച്ച് ലാസ്റ്റ് എന്തോ ഭാഗ്യത്തിന് ആ കൂപ്പർ തല്ലാണ് അയ്യര് കഴിഞ്ഞ കളി മോശമായില്ല. ആരും ഒന്നും കളിച്ചിട്ടില്ല. ഒരു കളി കണ്ടുകാണ്ട് ഈ കളിക്കാരൊക്കെ മോശാക്കല. അതാ പറഞ്ഞ ഞങ്ങൾ ഒരു കളി കണ്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മരം നടിച്ചില്ലായിരുന്നു. അത് നിങ്ങൾക്ക് പറ്റൂല. കഴിഞ്ഞ സീസണിലും നിങ്ങൾ ഇപ്പൊ ആ ഭാഗത്തൊന്നും ഇപ്പൊ ചൂട് കുറവാണ്. നിങ്ങൾ കപ്പുണ്ടായിരിക്കാം കഴിഞ്ഞ സീസൺ പറയുമ്പോ നിങ്ങളൊരു കാലത്തൊന്നും ഒപ്പം ഉണ്ടായിട്ടില്ല. നിങ്ങൾ മരം നടൽ തുടങ്ങിയിട്ട് കുറെ കാലമായിരിക്കണം. അതും വെച്ചുകാണ്ട് ഞങ്ങളെ പ്രാവശ്യത്തെ ടീം ന്യൂ ലുക്ക് ടീമാ. ബ്രവിസ് ഇതാ വരുന്നേ. ബ്രവിസ് റെഡിയായി. കഴിഞ്ഞ കളി മതി. ഇന്ന് നോക്കിക്കോളെ സഞ്ജു ചേട്ടനും നമ്മളെ റുദ്രാജും കൂടി ഒരു തുടക്കം കഴിഞ്ഞാല് എല്ലാ കളിയിലും ഇപ്പൊ കുത്തിയറിച്ചൊന്നുമില്ല. കഴിഞ്ഞ കളി നോക്കണ്ട. അത് കഴിഞ്ഞ വേൾഡ് കപ്പോട് കൂടി നിർത്തി സഞ്ജു നിർത്തി. അതൊക്കെ നിങ്ങളെ സ്വപ്നാണ്. ഇത് ഞങ്ങളെ ചെന്നൈയിലാ കളി, ഞങ്ങളെ നാട്ടിൽ. പിന്നെ ഞങ്ങളെ ആയുഷ് മാത്രേ. അപ്പൊ കഴിഞ്ഞ കളി മോശമായത് നോക്കണ്ട. ഓനൊക്കെ എജാതി കളിയാന്നൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ അങ്ങനെ ദ്യൂബൊക്കെ കഴിഞ്ഞ വേൾഡ് കപ്പ് എന്റെ കളി അതിന്റെ തുടർച്ച ഇവിടെ ഉണ്ടാവും. കഴിഞ്ഞ ഒരു 6 അടിച്ചൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ജഡേജ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളെ പഴയ ആളല്ലേ വിചാരിച്ചാൽ കൊടുത്താണ്. അത്ര തന്നെ ഉള്ളു. നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ഒന്നും മനസ്സിലായിട്ടില്ല. നിങ്ങളായിട്ട് അജാതി കണക്ഷനോ അങ്ങനെയുള്ള സെന്റിമെന്റ്സോ ഒന്നും ഇല്ലല്ലോ. തീരുമാനമാക്കി തരും. നിങ്ങൾക്ക് ഒന്നും ഇവിടെ നടക്കൂല. അതൊക്കെ ഒരു കാര്യമില്ല. ഫീൽഡിങ്ങിനനുസരിച്ച് ഇങ്ങനെ ബോൾ ചെയ്യും. ഫീൽഡ് ഔട്ടായി. അതുകൊണ്ടാണ് ഇന്ത്യൻ ടീമിന്റെ 7000ക്ക് ഇപ്പൊ എടുക്കാത്തത്. അതൊക്കെ പണ്ട് ശരിയായിരുന്നു. ഒക്കെ ശരിയാ. T20ക്കും വേണ്ടിയിട്ട് ടൈലർ മെയ്ഡ് ബോളറാണ്. എന്നിട്ട് എന്താ ഇപ്പൊ ഇന്ത്യൻ ടീമൊക്കെ 7000ക്ക് എത്തിക്കണില്ലല്ലോ. ഇന്ത്യൻ ടീം അതിന്റെ ഒരു ക്രൈറ്റീരിയ അല്ല. ഔട്ടായതാണ്, മോശമായതുകൊണ്ട് ഒഴിവാക്കിയതാണ്. പിന്നപ്പോ എപ്പോഴും ഇപ്പൊ കഴിഞ്ഞ കളി ഇപ്പൊ കൊട്ടക്കണക്കിന് 2 ടിക്കറ്റല്ലേ ഇപ്പൊ കഴിഞ്ഞ കളി എടുത്തത്. പറഞ്ഞിട്ട് വിചാരിച്ചു കഴിഞ്ഞ കളിയിൽ ഫുള്ള് വിക്കറ്റ് സമയത്ത് എടുത്തു. അതാണ് ബോളർ വന്നു, വിക്കറ്റ് എടുത്തു. വിക്കറ്റുകളൊക്കെ കൂടി കഴിഞ്ഞ കളിയിൽ 110-2 ആയിരുന്നു നിങ്ങള്, 118-6 ആയി അല്ലേ? അത് അതാണ് ഞങ്ങളുടെ ടീമിന്റെ സ്ട്രെങ്ത്. 2-3 ആൾക്കാർ 4-5 ആൾക്കാർ ഫെയിൽ ആയാലും കഴിഞ്ഞ കളിയിൽ കമ്പോജ് സൂപ്പർ ഏറായിരുന്നു, ഖലീല് സൂപ്പർ ഏറായിരുന്നു. പിന്നെ 100 കഴിഞ്ഞ കളി ജയിച്ചാ തോറ്റ നോക്കണ്ട. കഴിഞ്ഞ കളിയിൽ ഈ കളി അത് ഗോട്ടിയില് മഴ ചെയ്ത പിച്ചായിട്ട് മഴ ചെയ്ത് ഞങ്ങൾ ആദ്യം ബാറ്റ് ചെയ്തപ്പോ അങ്ങനെ സംഭവിച്ചു. ഞങ്ങളിരുന്ന് ആദ്യം ബോൾ ചെയ്തിരുന്നെങ്കിൽ ഇതന്നെ മറ്റൊരു സംഭവിക്കും. മോശമല്ല. അത് സംഭവം എന്താ വെച്ചാല് അത് അന്ന് മഴ പെയ്ത് പിച്ച് ആകെ കുതിർന്ന് ഞങ്ങൾ ആദ്യം ബാറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. ഈ തൊള്ളത്തല്ല് നല്ലോണ്ടാവും. തൊള്ളത്തല്ലൊന്നുമല്ല, മഴ ചെയ്താൽ ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങൾക്ക് ടോസ് കിട്ടിയില്ല, അത് ഞങ്ങളുടെ ദൗർഭാഗ്യം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ആ തോൽവി കൊണ്ട് CSK അങ്ങോട്ട് ഇല്ലാണ്ടാവുന്ന ആർക്കെങ്കിലും വിചാരം അത് മലർപ്പൊടിക്കാരുടെ സ്വപ്നം. ഒരു സ്വപ്നമില്ല, അത് യാഥാർത്ഥ്യാണ്. നിങ്ങൾ ഇല്ലാതായിക്കണേ. നിങ്ങൾ ആ തള്ളിങ്ങനെ തലന്റെ കാലത്തുള്ള ടീമാണ്. തല റെഡി ആയി തുടങ്ങി, പ്രാക്ടീസ് ഒക്കെ തുടങ്ങി. പ്രാക്ടീസ് ശരിക്കുള്ള കളി ഗ്രൗണ്ടിലാണ്. നിങ്ങൾ പ്രാക്ടീസിൽ 6 അങ്ങനെ അടിച്ചിട്ട് കുറെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും പറ്റും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായിക്കോളി, ഇന്ന് ചേട്ടന്റെ വക 6. പിന്നെ ഋതുരാജിന്റെ വക അടിയോടടി. ശിവൻദീപ് വന്ന് പൊളിച്ചാണ്ടെടുക്കും. അവസാനം ഉണ്ടല്ലോ, അവസാനം ഒരു പരിപാടി ഉണ്ട്. എന്താ അറിയോ?
ഒരൊറ്റ മുക്കലാണ് ബിബി കേസിനെ.